വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അൽ ഫായിസീന ബില്ലാഹ്. ആ ബാലൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മജ്ഞാനികളിൽ പ്രശസ്തനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സാരഥ്യത്തിൽ നടക്കുന്ന ആത്മീയ മജ്‌ലിസാണ് വേദി. ജനങ്ങളുണ്ട്. കുട്ടി കരയുന്നത് കണ്ടു. എന്താണ് ഈ കുട്ടി കരയുന്നത്? ആരുടേതാണ് ഈ കുട്ടി? മഹാനവകൾ അന്വേഷിച്ചപ്പോൾ ബാലൻ്റെ പിതാവ് ആ വേദിയിലുണ്ട്. പിതാവ് മഹാനവകളുടെ സമീപത്തെത്തി. എന്തിനാണ് ഈ കുട്ടീനെ ഈ വേദിയിൽ കൊടുന്ന് ഈ മജ്‌ലിസിലിരുത്തി കരയിപ്പിക്കുന്നത്? അവൾ കൂട്ടുകാരോടൊത്ത് കളിക്കട്ടെ. ഇവിടുത്തെ ഈ അഭിവന്യ സദസ്സിൽ വന്നിരിക്കുക, അല്പം ആത്മീയ വെളിച്ചം കിട്ടുക, ഈ ലക്ഷ്യത്തിലാണ്. അതെ, അത് അങ്ങവിടെ ഇരിക്കൂ, ആത്മീയത നേടൂ. അതേസമയം കുട്ടികൾ അവരുടെ കൂട്ടുകാരോടൊത്ത് കളിക്കട്ടെ. ഇതായിരുന്നു മഹാനുഭവൻ്റെ പ്രതികരണം. അതെ, കുഞ്ഞുമക്കളുടെ, ഇളം പ്രായത്തിലുള്ളവരുടെ മനസ്സിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ശൈലിയിലുള്ള സംവദിക്കലായിരുന്നു മഹാനവറുകൾ ആ പിതാവിൻ്റെ മുന്നിൽ നടത്തിയത്. നാം മക്കളെ വളർത്തുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുമായി നാം കഴിയുമ്പോൾ, ഞങ്ങൾ വാപ്പയല്ലേ ഉമ്മയല്ലേ, ഞങ്ങൾക്ക് എന്തുമാകാം, ആ ഒരു വീക്ഷണത്തേക്കാൾ ഉപരി അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരൽ, അവരെ മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ള ആഗ്രഹാഭിലാഷങ്ങൾ അന്വേഷിച്ചറിയൽ ഒരു പിതാവിന് ബാധ്യതയുണ്ട് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശൈലിയും പ്രവർത്തനത്തിലെ മാതൃകയും അവർ നൽകുന്ന ഉപദേശങ്ങളും ഇതിനൊക്കെ സമാനമായി എമ്പാടും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പേരമക്കൾ അവിടുന്ന് സുജൂദിൽ കിടന്നപ്പോൾ ശരീരത്തിൽ വന്നിരുന്നതും ആ മക്കൾ അവിടെ ഇരിക്കാൻ അനുവദിച്ചതുമൊക്കെ അതിന് സമാനമായ സംഭവങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ മനഃശാസ്ത്രം മനസ്സിലാക്കിയുള്ള പെരുമാറ്റം ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹത്തുക്കൾ പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ മക്കളോട് ഏത് രീതിയിൽ സമീപനമാകാമെന്ന് സംവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സൂചിപ്പിക്കാൻ കാരണം, ദിവസങ്ങളായി എക്സാമുകളുടെ റിസൾട്ട് പുറത്തു വരുന്നു. സന്തോഷങ്ങളുടെ വാർത്തകൾ നാം കേൾക്കുന്നു. മാർക്കുകളും ട്രോഫികളും അവാർഡുകളുമൊക്കെ വിതരണങ്ങളുടെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോസും വാർത്തകളുമൊക്കെ നമുക്ക് ആനന്ദമുണ്ട്. നല്ല മാർക്കുകൾ വാങ്ങുന്ന, പഠിക്കാൻ മിടുക്ക് കാണിക്കുന്ന മിടുക്കന്മാരെയും മിടുക്കികളെയും അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഠനമെന്ന് മാത്രമല്ല, ജീവിതത്തിലേത് നല്ല കാര്യങ്ങൾ കുട്ടികൾ ചെയ്താലും അതവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ പുകഴ്ത്തുക, അംഗീകാരം നൽകുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അക്രിമു ഔലാദക്കും വ അഹ്സിനു അദബഹും. ഇബ്നു മാജയുടെ റിപ്പോർട്ടാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും എന്നാണ് ആ പദത്തിൻ്റെ നേരർത്ഥം. അവർക്കുള്ള അദബ് നിങ്ങൾ നന്നാക്കണം, നല്ല അച്ചടങ്കം നിങ്ങൾ ശീലിപ്പിക്കണം. അപ്പോൾ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കൾ ഓർക്കേണ്ട ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും പലപ്പോഴും അത് ആവർത്തിച്ചിട്ടുണ്ടല്ലോ. മക്കളൊക്കെ സമ്പത്തും നിങ്ങളുടെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞ ഖുർആനിൻ്റെ വചനം. അതേപോലെ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഉത്ബോധനം. ഇതെല്ലാം വളരെ ഗൗരവത്തിൽ തന്നെയുണ്ടോ നാം എടുക്കേണ്ടത്. അപ്പോൾ പ്രോത്സാഹനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മക്കളെ ശപിക്കുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. ആരെയും ശപിക്കാൻ നമുക്ക് അനുവാദമില്ലല്ലോ. അതേസമയത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം ചില മഹത്തുക്കളുടെ സന്നിധിയിലേക്ക് മക്കളെക്കുറിച്ച് പരാതി പറയാൻ വന്നവരുടെ കഥകൾ ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഉമർ ഖത്താബ് തങ്ങളുടെ അടുത്ത് വന്ന ആട് മകൻ എന്നെ വെറുക്കുന്നു, അനുസരിക്കുന്നില്ല പോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മകൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യമുണ്ട്. അമാലിൽ ഇബ്നി അലാ വാലിദിഹി ഹഖ്. അല്ല മഹാനവറുകളെ, മക്കൾക്ക് കിട്ടേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ പിതാവിൻ്റെ മേലില്ലേ? പിതാവ് നൽകേണ്ടതില്ലേ? ഉണ്ടല്ലോ. അതെന്താണ്? പിതാവ് കല്യാണം കഴിക്കുമ്പോൾ തന്നെ നല്ല സന്തതികൾ ഉണ്ടാകാനുള്ള ആത്മീയ ആധ്യാത്മിക കുടുംബ പശ്ചാത്തലമുള്ള സ്ത്രീനെയാകും കല്യാണം കഴിക്കേണ്ടത്. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല പേര് വെക്കണം, അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ ഇതൊന്നും എൻ്റെ പിതാവ് ചെയ്തിട്ടില്ല എന്ന് സലക്ഷ്യം ആ മകൻ നിർത്തിയപ്പോൾ പിന്നീട് പിതാവിൻ്റെ നേരെ അള്ളാഹു തിരിഞ്ഞു എന്നും ഇതാണോ അവസ്ഥ, അവസാനം ഒക്കും അനി താങ്കൾക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞതൊക്കെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ സമാനമായ വേറെയും ചില സംഭവങ്ങൾ ചില മഹത്തുക്കളോട് പരാതി പറഞ്ഞത് ഒക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോൾ മക്കളെ നല്ല കാര്യങ്ങളിലൂടെ ശീലിപ്പിക്കണം, ഒപ്പം അവർക്ക് പ്രോത്സാഹനവും കൊടുക്കണമെന്നാണ്. പ്രോത്സാഹനങ്ങളുടെ കഥ പറയുമ്പോൾ എപ്പോഴും ചില മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ നാം ഓർത്തു പോകാറുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞ പ്രമുഖനായ എഡിസൻ്റെ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും വാർത്തകൾ. എന്താണ് ആ അമ്മ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്ത്, ആ സ്കൂളിൽ അവർക്ക് കുട്ടി ഇവിടെ പഠിക്കാൻ മോശമാണ്, ഇനി ഇവിടെ സ്ഥാനമില്ല എന്ന് വിവരം കിട്ടിയപ്പോൾ അവിടുന്ന് തളർന്നുപോയില്ല, മകനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പല വാർത്തകളും അതിനെക്കുറിച്ച് വായിക്കാൻ പല ലോകത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിയെ പഠിപ്പിക്കും എന്നായിരുന്നു ആ മാതാവ് തീർച്ചപ്പെടുത്തിയത്. ചരിത്രത്തിൽ പിന്നീട് നമുക്ക് കാണുന്നത് ആ വിദ്യാർത്ഥി
ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ, ചിന്തകന്മാരിൽ ഒരാളായി മാറി അനുഭവമാണ് കാണാൻ കഴിഞ്ഞത്. അതെ, അപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ നാം ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ്. നമുക്ക് റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ പ്രോത്സാഹനം നൽകുന്നതിനോടൊപ്പം തന്നെ പരിസരവും കൂടി മറന്നു പോകാൻ പാടില്ല. മാർക്കുകൾ കിട്ടി കുറേ കുട്ടികളെ അഭിനന്ദിക്കുമ്പോൾ ചില സാഹചര്യങ്ങളാൽ മാർക്ക് കുറഞ്ഞു പോയവരൊക്കെ ഉണ്ടാകാം, പിന്നോക്കം നിൽക്കുന്നവരും ഉണ്ടാകാം. അവരെയും ഉയർത്തിക്കൊണ്ടുവരണം. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് തൻ്റെ കൂട്ടുകാരെ മാത്രം അഭിനന്ദിച്ച് ഇവരെ നിരാശയുടെ വക്കിലേക്ക് തള്ളിവിടുന്നതും ബുദ്ധിപരമല്ല. ഈ അടുത്ത് മാർക്ക് പിന്നോട്ട് നിന്ന ഒരു സഹോദരൻ പിന്നീട് IAS മാറിയ കഥയൊക്കെ വായിക്കാൻ കഴിയും. സാധാരണ മദ്രസകളിലൊക്കെ നാം പ്രോത്സാഹന സമ്മാനം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അത് നല്ല കാര്യമാണല്ലോ. എല്ലാവർക്കും സമ്മാനം കിട്ടട്ടെ. കാരണം ഇളം മനസ്സുകളല്ലേ. ചിലർ സമ്മാനം വാങ്ങി മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ മോശക്കാരനായല്ലോ എന്നൊരു തോന്നൽ അവർക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ പിന്നിൽ നിൽക്കുന്നവരെയും പരിഗണിച്ചു കൊണ്ടുവരണം. അപ്പോൾ പ്രോത്സാഹനത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ നാം മുമ്പ് വെള്ളിവെളിച്ചത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നജമുദ്ദീൻ ദിമഷ്ക് എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞൊരു കാര്യം. ഒരു പറയാണ്, ചെറുപ്പകാലത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ്, എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് എന്നോട് നോമ്പനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങി. ഓരോ നോമ്പിനും ഓരോ വ്രതത്തിനും എനിക്ക് അല്പാപ്പം വെള്ളി സമ്മാനമായി പിതാവ് തന്നുകൊണ്ടിരുന്നു. ആ വർഷത്തിൽ അധിക ദിവസവും ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത റമദാനിൽ 1-2 ദിവസങ്ങൾ മാത്രമേ ഞാൻ നോമ്പെടുക്കാതിരുന്നുള്ളൂ. റമദാനിൽ അത്താഴ സമയത്ത് എനിക്ക് പിതാവ് ധാരാളം ദുആ ചെയ്യാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേ ദിമഷ്കി തങ്ങൾ തന്നെ പിതാവിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എനിക്ക് 7 വയസ്സായപ്പോൾ പിതാവ് രോഗശയ്യയിലാണ്. ഖുർആനിൽ നിന്ന് ചെറിയ സൂറത്തുകൾ, അൽ-ബഖറയുടെ ആദ്യ ഭാഗമൊക്കെ പഠിച്ചു എന്നറിഞ്ഞപ്പോൾ അതല്പം പാരായണം ചെയ്യാൻ പിതാവ് ആവശ്യപ്പെടുകയും 4 വെള്ളിക്കഷ്ണങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു എന്ന്. അതെ, അപ്പോൾ മക്കൾ നല്ലത് ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു. ഇന്നിപ്പോൾ കുട്ടികൾ ഒരുപക്ഷെ ഞാൻ നിസ്കരിക്കാം, അല്ലെങ്കിൽ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതാം, അല്ലെങ്കിൽ ഞാൻ സ്വലാത്തും ദിക്റും ചെല്ലാം, എനിക്ക് മൊബൈൽ ഫോൺ ഒന്ന് തരുമോ കാണാൻ എന്നായിരിക്കാം ഇന്ന് സൂചിപ്പിക്കുന്നത്. അതെ, മൊബൈലുകളും മീഡിയകളും ഇൻ്റർനെറ്റുകളും ഒക്കെ കാലത്തിൻ്റെ പുതിയ മാറ്റങ്ങളാകുമ്പോൾ സോഷ്യൽ മീഡിയയുടെ വർധനവിലൊക്കെ കുട്ടികളുടെ ധാർമ്മികമായ അധപ്പതനം വരാതെ, ഒപ്പം അവരുടെ ബുദ്ധിക്കും വികാസത്തിനും ഏതെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന വിധത്തിലാകാതെ അവർക്ക് ചില കളിപ്പാട്ടങ്ങളോ അവരുടെ ചിന്തകൾക്ക് വികസനം ഉണ്ടാകാൻ പര്യാപ്തമായ ചില ഉപകരണങ്ങളൊക്കെ നൽകുന്നത് നന്നായിരിക്കാം. ഏതായാലും അവരുടെ ആ കഴിവുകളെ, ആഗ്രഹങ്ങളെ വികസിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നതാണ് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വേറെയും ചില മഹാന്മാർ അവരുടെ മാതാപിതാക്കൾ അവരെ ചെറുപ്പകാലത്തിൽ പഠിക്കുന്നതിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ഇതേ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചതും ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് എൻ്റെ പിതാവ് പറയാറുണ്ട്, മോനെ നീ ഹദീസ് തേടി പഠിക്കുക, ഒരു ഹദീസ് കേട്ട് നീ കാണാതെ ഹൃദയസ്ഥമാക്കിയാൽ 1 ദിർഹം നൽകാം. അങ്ങനെ ഞാൻ ഹദീസ് പഠിക്കുകയുണ്ടായി, അതിന് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലെ മഹത്തുക്കളുമൊക്കെ മക്കളെ ചില പ്രോത്സാഹനങ്ങളൊക്കെ എന്നത് ഔത്തുൽ ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളടക്കമുള്ളവരുമൊക്കെ ചെറുപ്പകാലത്തും മാതാവിൽ നിന്ന് കിട്ടിയ ഇത്തരം പ്രോത്സാഹനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ മുന്നറിയിപ്പ് നൽകിയ വിധത്തിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് നല്ല രീതിയിൽ നവീകരിക്കാം, കുടുംബാന്തരീക്ഷങ്ങൾ മെച്ചപ്പെടുത്താം, മക്കളെ അവരെ കഴിവും മികവുമുള്ളവരാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നമുക്ക് പരമാവധി ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് SSLCയിൽ ജയിച്ചവരും അതുപോലെ +2 ജയിച്ചവരുമൊക്കെ തുടർന്ന് പഠിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടാകണം. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരം പുലർത്തി നല്ല മിടുക്കരും യോഗ്യരുമാകട്ടെ. ഒപ്പം സദാസമയം നാം അനുസ്മരിക്കാറുള്ളത് പോലെ സർവശക്തനായ അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന മതവിജ്ഞാനവും കൂടി മക്കളെ അഭ്യസിപ്പിക്കുന്നതിൽ പരമാവധി അത്യന്തം നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ